ഗൈസ്, അങ്ങനെ ദൃശ്യം 3 കണ്ടു ഇറങ്ങി. അപ്പോ ജിത്തു ബ്രോ, നിങ്ങളെ അറിയാവുന്ന ഒരാൾ കൂടെ ഹൗ ക്യാൻ ദിസ് പോസിബിൾ എന്നൊരു ചോദ്യം ഉന്നയിക്കത്തില്ല. എന്തായാലും ഒറ്റ വാക്കിൽ ഇങ്ങനെ ദീർഘിപ്പിക്കുകയൊന്നും ചെയ്യുന്നില്ല. ഈ സിനിമയെ കുറിച്ച് ആകെ മൊത്തത്തിൽ പറഞ്ഞ ദൃശ്യം 4ാമത്തെ പാർട്ടിനായിട്ടും ഇനി ഏറെ പ്രത്യേകിച്ച് ആ ഒരു ട്വിസ്റ്റിനായിട്ട് അത് എന്താണെന്ന് അറിയാൻ വേണ്ടി തന്നെ ഇപ്പോഴേ കാത്തിരിപ്പ് തന്നെയാണ്. ദൃശ്യം ഫസ്റ്റിൽ എന്താണോ, ദൃശ്യം സെക്കൻഡിൽ എന്താണോ, അതുപോലെ തന്നെ ദൃശ്യം 3ലും പക്ഷെ കുറച്ചുകൂടി ഇമോഷണൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് തന്നെയാണ് വളരെയധികം നീതി പുലർത്തിക്കൊണ്ട് ജിത്തു ബ്രോ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ അഭിനയത്തിന്റെ കാര്യം പറയണ്ടല്ലോ, ലാലേട്ടൻ ജോർജ് കുട്ടി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൽ നിന്ന് ഒരിട്ട് ഇറങ്ങിയിട്ടില്ല. മീനേച്ചി അതുപോലെ തന്നെ ഭാര്യയുടെ ആ ഒരു റോള് കൃത്യമായിട്ട് തന്നെ 1ാം ഭാഗത്തിലും 2ാം ഭാഗത്തിലും കണ്ട പോലെ തന്നെ 3ാം ഭാഗത്തിലും ആ ഭാര്യയായിട്ട് കണ്ട പോലെ തകർത്തിട്ടുണ്ട്. പിന്നെ സിനിമയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ കേമിയോ റോളിലെത്തി സെക്കൻഡ് ഹാഫ് ഏറെക്കുറെ തൂക്കിയെടുത്തോണ്ട് പോയ വില്ലന്റെ ആ റോള് അത് ആരാണെന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ കണ്ട് ഒരു എക്സ്പീരിയൻസ് മനസ്സിലാക്കി എടുക്കും. അതിഗംഭീരമായിട്ട് വില്ലൻ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് മുഴുവനായിട്ട് സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ ഫസ്റ്റും സെക്കൻഡും ദൃശ്യം കണക്ക് തന്നെ ആ ഒരു ഫസ്റ്റ് ഹാഫിലൊക്കെ ആ ഒരു സാധാരണ ഫാമിലി ജീവിതത്തോടെ ഒഴുക്കിനനുസരിച്ച് പോകുന്ന ലാലേട്ടൻ, 2 മക്കൾ, ഭാര്യ, അങ്ങനെ പോകുന്നു. സെക്കൻഡ് ഹാഫിലും ഇടയ്ക്ക് വില്ലന്റെ എൻട്രി, അതിനനുസരിച്ചുള്ള ഒരു ചേഞ്ച്, പിന്നെ വീണ്ടും ഒരു അപ്പ് ആൻഡ് ഡൗൺ ആ ഒരു മൊമെന്റം, പിന്നെ കുറച്ച് ഇമോഷൻ വരും, പിന്നെ കുറച്ച് അത് മാറും. ആ ഒരു രീതിക്കുള്ള അപ്പ് ആൻഡ് ഡൗൺ, ഒന്ന് റോളർ കോസ്റ്റർ രീതിക്കുള്ള ഒരു മൂവി. ലാസ്റ്റ് എന്തായാലും ആ ഒരു ട്വിസ്റ്റിന് വേണ്ടി തന്നെയാണ് ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചു പോയത്. അതുപോലെ പക്ഷേ ലാസ്റ്റ് അങ്ങ് തീർന്നോ എന്ന് വിചാരിച്ച് ട്വിസ്റ്റ് ഇതായിരുന്നോ ട്വിസ്റ്റ് എന്ന് വിചാരിച്ച് അങ്ങ് ഇരുന്നേ കൂടെ യഥാർത്ഥ ക്ലൈമാക്സ് ട്വിസ്റ്റ് വന്നപ്പോഴായിരുന്നു ജിത്തു ബ്രോ ഒട്ടും നിരാശപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായി. മനസ്സ് നിറഞ്ഞു തന്നെ തിയേറ്ററിൽ ഇറങ്ങി. പിന്നെ ആകെ മൊത്തത്തിൽ ഒന്ന് പറയുകയാണെങ്കിൽ ജിത്തു ബ്രോ നമ്മൾ വിചാരിക്കുന്നതിൽ ഒന്നുമല്ല, നമ്മുടെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ടുള്ള കാൽക്കുലേഷനാണ് പുള്ളി ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. 4ാം ഭാഗത്തിൽ ഇപ്പോഴും വലിയതെന്തോ വന്നിട്ടുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കും, പക്ഷെ അതൊന്നും ആയിരിക്കില്ല നടക്കുന്നത്. നമ്മുടെ പ്രതീക്ഷകൾക്കും അപ്പുറം തരുന്ന ആ ഒരു സൂത്രം തന്നെയാണ് ഈ സിനിമയുടെ വിജയം എന്ന് പറയുന്നത്.